നമുക്ക് ഏറ്റവും ശിഷ്ടാതിഥിയായി വലിയ ഇൻസ്പിറേഷനായി ലഭിച്ചാൽ പക്ഷേ നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പേരെ കേട്ടിട്ടുള്ള വലിയ ആരംഭിച്ച അനുഗ്രഹീതനായിട്ടുള്ള മാർക്കോസ്, അതുപോലെ തന്നെ ഈ പരിപാടിയിലേറെ സ്നേഹബന്ധങ്ങളോട് ക്ഷണിച്ച അതുപോലെ അതുപോലെ പ്രശ്നമായിട്ടുള്ള മറ്റ് അതുപോലെ പള്ളിയിലെ ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് ഉണ്ടാവില്ല. എൻ്റെ വേണ്ടി കൂടി പ്രാർത്ഥിക്കണം. എൻ്റെ പ്രാർത്ഥനയുണ്ടാകും. കാരണം ഇന്ന് നിയമസഭയുടെ തീരുമാനം. അപ്പോൾ അതുകൊണ്ട് അത് കഴിഞ്ഞിട്ടുകൂടി എത്ര പ്രായോഗികമാവില്ല എന്നുള്ളത് പറയാൻ കഴിയില്ല എന്ന് കേൾക്കാൻ. പക്ഷെ ഇതെല്ലാം ഒരു ദൈവനിയോഗം പോലെയാണ് പലപ്പോഴും സംഭവിക്കുന്നത്. ഇന്നലെ നിയമസഭ ദിവസത്തെ നിയമസഭ ഭരണകക്ഷി നീക്കം ചെയ്ത പശ്ചാത്തലത്തിൽ ഞാൻ വൈകുന്നേരം ഉണ്ടായിരുന്ന പരിപാടി മാറ്റി വൈകിട്ട് ഉച്ചനേരെ തീർച്ചയായും സന്തോഷകരമായ മുഹൂർത്തമാണ്. സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് പള്ളിയിലെ പുതിയ ദേവാലയം അങ്ങേയറ്റം പ്രൗഢഗംഭീരമായ പണി പൂർത്തീകരിച്ച് അഭിമാനസ്പദമായ ഞാൻ ദീർഘമായൊരു പ്രസംഗത്തിൽ എന്നെപ്പോലെ മതപരമായി സ്ഥലക്കേൽക്കുന്ന പലരും പറയാനും പ്രസംഗിക്കുന്നത് അനൗചിത്യമായിട്ട്. പക്ഷെ പള്ളിയെ കുറിച്ച് ദേവാലയത്തെ കുറിച്ച് എനിക്ക് എന്റെ മനസ്സിൽ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, നമ്മളെല്ലാവരെയും സംബന്ധിച്ച് ലൈഫിലെ ഒരിക്കലും നമ്മൾ ആഗ്രഹിച്ചാൽ മാറ്റിവെക്കാൻ കഴിയാത്ത ഒരു എസെൻഷ്യൽ അല്ലെങ്കിൽ ഇന്നവേറ്റബിൾ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ് നമ്മുടെ പള്ളിയിലുള്ളത്. പള്ളിയിലേക്ക് ആദ്യത്തെ വരവും അവസാനത്തെ വരവും നമ്മൾ അറിയാറില്ല എന്നതാണ് ഇത്. ആദ്യം പള്ളിയിൽ കൊണ്ടുവരുന്ന മാമൂസ നൽകാൻ വേണ്ടി നമ്മൾ അറിയില്ല. അവസാനം കൊണ്ടുവരുന്നത് നമ്മുടെ ആദ്യത്തെയും അവസാനത്തെയും വരവ് നമ്മൾ അറിയാവുന്ന സ്ഥലമാണ്. ആദ്യത്തെയും അവസാനത്തെയും ഇടയിലുള്ളതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ആ ജീവിതത്തിലുള്ളതിലും തീർച്ചയായും ഞാനൊരു വളരെ ഏറ്റവും പക്വതയായ വിശ്വാസിയും അല്ലെങ്കിൽ ആ നിലയിൽ ഒരു വിശ്വാസ തീക്ഷ്ണതയുടെ വഴിയിൽ നടന്നിട്ടുണ്ട്. പക്ഷേ പള്ളിയിൽ പോവുക എന്നുള്ളത് ഞങ്ങളുടെ വീട്ടില് ഒരു റൂളായി, അമ്മച്ചിയുടെ ഒരു നിർബന്ധമാണ്. എത്ര കുസൃതിയാണെങ്കിലും ഇതാണെങ്കിലും എല്ലാ ദിവസത്തിലും ഞായറാഴ്ച കഴിയും. ഓരോ കാലഘട്ടത്തിലും ദേവാലയം നമുക്ക് വ്യത്യസ്തമായ രീതിയിലാണ് നമുക്ക് കഴിയുന്നത്. കുട്ടിയായിരിക്കുമ്പോൾ ഒരുപക്ഷെ നിർബന്ധത്തിന് വഴിയായിരിക്കും ദേവാലയത്തിൽ പോകും. അച്ചടക്കവും അതുപോലുള്ള മറ്റ് അനുസരണയും ഭയവും നമ്മളിൽ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് ദേവാലയം. പിന്നീടാണ് നമ്മൾ മനസ്സിന്റെ വളർച്ചയനുസരിച്ച് ജീവിതത്തിൽ സ്വന്തമായി എന്തെങ്കിലും കാര്യങ്ങൾ ആലോചിക്കുകയോ ചിന്തിക്കുകയോ ഇൻട്രോസ്പെക്ട് ചെയ്യാൻ തുടങ്ങുന്ന സമയമാണ്. ആ സമയത്ത് ഇൻട്രോസ്പെക്ഷൻ നടക്കുന്ന ഒരു സ്ഥലമാണ് ദേവാലയം. പലപ്പോഴും നിരന്തരം പക്ഷേ നമ്മൾ കേൾക്കുന്ന കൂടാതെ വീണ്ടും കേൾക്കുകയും എല്ലാ വർഷവും അനുസരിച്ച് വായിക്കുന്നതിനെ നിരന്തരം കേൾക്കുകയും ചെയ്യുന്നു. എന്റെ അനുഭവത്തിൽ ഒരുപക്ഷെ ബന്ധം കൊണ്ട് മാത്രം പള്ളിയിൽ വന്ന് നിന്നപ്പോൾ കേട്ടിട്ടുള്ള പല വാചകങ്ങളും പല പ്രശ്നങ്ങളും പല ബൈബിൾ വാക്യങ്ങളും നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മുടെ ഉപബോധ മനസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ അറിഞ്ഞോ അറിയാതെ നമുക്കൊരു സ്പിരിച്വൽ ഗൈഡായിരിക്കും. നമ്മളെ വഴികാട്ടുന്ന മേഘമാണ് ദേവാലയം എന്ന് പറഞ്ഞതുപോലെ അങ്ങനെയുള്ള ചിന്തകൾ നമ്മളിലേക്ക് സന്നിവേശിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് ദേവാലയം.
ബൈബിളും വായനയും നന്മയും തിന്മയും തമ്മിലുള്ള വ്യത്യാസങ്ങളും നല്ലവനായിരിക്കേണ്ട ആവശ്യകതയും ഒക്കെ പ്രസംഗങ്ങളിലൂടെയും പാട്ടുകളിലൂടെയും കുർബാനകളിലൂടെയും ഒക്കെ നമ്മളിലേക്ക് വരുവാനാണ്. പക്ഷെ ഇന്ന് നോക്കുമ്പോൾ സമൂഹത്തിലെ സ്പിരിച്വാലിറ്റി എല്ലാ മേഖലയിലും അതിൻ്റെ ഒരു ഡിപ്പുണ്ട് എന്ന് പറയുന്നത് മാതിരി പുതിയ വളർന്നു വരുന്ന ഒരു തലമുറയ്ക്ക് സ്പിരിച്വാലിറ്റിയിൽ വലിയ ഒരു ഡിപ്പ് ഉണ്ടായിട്ടുള്ള ഒരു സമയമാണ്. സ്പിരിച്വാലിറ്റി നമുക്ക് ആർക്കും അങ്ങനെ പെട്ടെന്ന് ഏതെങ്കിലും കരിക്കുലത്തിലൂടെയോ കോഴ്സിലൂടെയോ പുസ്തകത്തിലൂടെയോ മാത്രം ഉണ്ടാക്കാൻ കഴിയില്ല. ഇറ്റ്സ് ആൻ ഇമോഷണൽ അപ്രോച്ച്. ആ ഇമോഷണൽ അപ്രോച്ചിന് ഒരു ദേവാലയം വഹിക്കുന്ന പങ്ക് നമ്മൾ ഒരുപക്ഷെ അത്രയും ഗഹനമായ ആലോചിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലൊക്കെ നമുക്ക് ഒന്ന് മനസ്സ് തുറന്ന് ചിന്തിക്കാൻ പറ്റുന്ന ഏറ്റവും പറ്റുന്ന സ്ഥലം ദേവാലയം. വീട്ടിലിരുന്ന് കണ്ണു നിറഞ്ഞാൽ ചോദിക്കാനാണ്, ആരും കാണാതെ കണ്ണു നിറയാൻ കഴിയുന്ന സ്ഥലമാണ് ദേവാലയം. സ്വകാര്യതയിൽ നമ്മൾ ചെയ്ത തെറ്റുകൾ ആരോടൊന്നും പറയാൻ കഴിയാത്തത് ഏറ്റുപറയുന്ന ഇടമാണ് ദേവാലയം. ജീവിതത്തിലെ ചുറ്റും നിൽക്കുന്നവർക്കെല്ലാം നമ്മളിലെ പ്രതീക്ഷ അസ്തമിച്ചു കഴിയുമ്പോൾ നമുക്ക് പ്രത്യാശയോടെ നോക്കാൻ കഴിയുന്ന ഇടമാണ് ദേവാലയം. ഒരുപക്ഷെ ദേവാലയത്തിൽ നിന്നും ഇൻസ്പിറേഷനും കോൺഫിഡൻസും ആർജിച്ച് എത്രയോ പേര് ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ജീവിതത്തിലേക്ക് മടങ്ങി വന്നിട്ടുണ്ടാകും. സോ വി നീഡ് പ്ലേസസ്. ഒരുപക്ഷെ എല്ലാ ദേവാലയങ്ങളും, ഞാൻ എല്ലാ പ്രാർത്ഥനാലയങ്ങളും നിർവഹിക്കുന്ന ദൗത്യം വ്യത്യസ്തമാണ്. അത് ക്രിസ്ത്യൻ പള്ളിയാണെങ്കിലും അത് മുസ്ലിം പള്ളിയാണെങ്കിലും അമ്പലങ്ങളാണെങ്കിലും മനുഷ്യന്റെ മാനസികമായിട്ടുള്ള ഒരു ഊന്നുവടി എപ്പോഴൊക്കെ തളർന്നു അപ്പോഴൊക്കെ ഒരു ഊന്നുവടി ലഭിക്കുന്ന സ്ഥലമാണ് ദേവാലയം. എന്നെ സംബന്ധിച്ച് എൻ്റെ കാഴ്ചപ്പാടുകളാണ് ഞാൻ പറഞ്ഞത്. അത് ഇത്രയും നല്ല രീതിയിൽ സമ്പന്നമായി അല്ലെങ്കിൽ ഏറ്റവും ആകർഷണമായി ഇത്രയും ശാന്തമായി സ്വരൂപിക്കാൻ കഴിയുമ്പോൾ അതിന് വല്ലാത്ത ഒരു സീക്രട്ട് ഫീലിംഗ് ഉണ്ട്. ആ സീക്രട്ട് ഫീലിംഗും സൈലൻസും ഒക്കെയാണ് ദേവാലയത്തിൽ നമുക്ക് ആ സ്പിരിച്വൽ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടാകുന്നത്. പലപ്പോഴും ബൈബിൾ വായിക്കുമ്പോൾ പ്രാർത്ഥിക്കാനായി പലപ്പോഴിലേക്ക് പോയി എന്ന് പറയുന്നത് അത് ഇതിനു വേണ്ടിയാണെന്ന് ആലോചിക്കുമ്പോൾ എൻ്റെ പരിമിതമായ ചിന്തയിൽ തോന്നിയിട്ടുള്ളത് ശാന്തതയിൽ ഇരുന്ന് പ്രകൃതിയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയാണ്. ശബ്ദ കോലാഹലങ്ങളിൽ നിന്നും മാറി, കലഹങ്ങളിൽ നിന്നും ഒച്ചകളിൽ നിന്നും ആക്രോശങ്ങളിൽ നിന്നും ഒക്കെ, നിലവിളിയിൽ നിന്നും അലർച്ചകളിൽ നിന്നും ഒക്കെ മാറി നിന്നു ഈ ഭൂമിയുടെ ഏറ്റവും ശാന്തമായ അന്തരീക്ഷത്തിൽ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് ഒരുപക്ഷെ മലമുകളിലേക്ക് പ്രാർത്ഥിക്കുന്നത്. ഒരു ദേവാലയത്തിൽ നിന്നും എപ്പോഴും ആഗ്രഹിക്കുന്നതും ഉണ്ടാകേണ്ടതും ആ ശാന്തിയുടെയും സമാധാനത്തിന്റെയും ശാന്തതയുടെയും ഒക്കെ അന്തരീക്ഷം. അങ്ങനെയുള്ള